എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഞാൻ ഒരു ചെറിയ വിഷുക്കണി ഒരുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത്. ഓട്ടുരുളി പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്. അതിൽ കാലപുരുഷനായ മഹാവിഷ്ണുവിനെ നിറയ്ക്കുന്നു എന്നാണ് സങ്കല്പം. മഹാവിഷ്ണുവിൻ്റെ കണ്ണുകളാണ് കണിവെള്ളരി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണിവെള്ളരി പ്രധാനമാണ്. കണിവെള്ളരി വെച്ചു. നമുക്കിടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ സാധനങ്ങളൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഇതിലെ കൂടെ പോയ പച്ചക്കറി വണ്ടി, ഫ്രൂട്ട്സ് വണ്ടികളൊക്കെ നമ്മുടെ വീടിനടുത്തൂടെ ഇങ്ങനെ പോകുമല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും കിട്ടിയ സാധനങ്ങൾ, പിന്നെ നമ്മുടെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ ചക്കയുണ്ട്, പിന്നെ ഒരു നാളികേരം ഒക്കെ, എല്ലാം മാങ്ങ അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് ഞാനൊരു ചെറിയ കണി ഒരുക്കുകയാണ്. വാൽക്കണ്ണാടി വേണം. വാൽക്കണ്ണാടി ഭഗവതിയെ സങ്കല്പിച്ചാണ് വെക്കുന്നത്. പിന്നെ അലക്കിയ കസവുമുണ്ട് വേണം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കണിയാണ്, നമുക്ക് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് വെക്കുന്നു എന്ന് മാത്രം. പിന്നെ വെള്ളി, സ്വർണം, പിന്നെ നാണയം, പിന്നെ മുത്ത്, അത് ഞാൻ എൻ്റെ കയ്യിലിരുന്നത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കണിക്കൊന്ന നിറയെ പൂത്ത് നിന്നതാണ്. 2 മഴയോടുകൂടി എല്ലാം കൊഴിഞ്ഞുപോയി. ഇപ്പോൾ ശുഷ്കമായ കുറച്ച് പൂക്കുലകളാണ് കിട്ടിയിരിക്കുന്നത്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ണിമത്തൻ ഇരുന്നു, അത് പഴവർഗ്ഗത്തിൻ്റെ പ്രതീകമാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു ചെറിയ കണി ഒരുക്കിയെന്ന് മാത്രം. അപ്പോൾ ഈ എല്ലാ തരത്തിലും വ്യാധികളും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇത് തന്നെ ധാരാളമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും കണി ഒരുക്കി. അപ്പോൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെക്കുകയാണ്. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ച ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയ വിഗ്രഹമുണ്ട്. അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ മുൻപിലാണ് ഈ കണി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വിളക്ക് കത്തിച്ചു, മക്കളെയെല്ലാം കൊണ്ടുവന്ന് തൊഴിയിക്കുകയാണ്. ഓരോരുത്തരായിട്ട് എല്ലാ വർഷവും ഞാൻ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ഇങ്ങനെ വിളക്ക് കൊളുത്തി എല്ലാവരെയും കൊണ്ടുവന്ന് തൊഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. എല്ലാ വർഷവും വിഷു സദ്യ ഒരുക്കാറുണ്ട്. അപ്പോൾ വിഷു സദ്യയ്ക്കും ചെറിയ രീതിയിൽ വിഷു കൈനീട്ടവും കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള ആഘോഷങ്ങൾക്കെല്ലാം അവധി നൽകി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ.